ഹലോ നമസ്കാരം. നമ്മുടെ മഴതോരും മുംബൈയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഹൈപ്പ് ചെയ്തിട്ടും കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ നേരെ നമുക്ക് സമയം കളയാതെ തന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ ബാലചന്ദ്രൻ വൈജയുടെ തലയ്ക്കൊരു കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം. അലീനയും കൂട്ടിയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. പൂർവാധികം ശക്തിയോടെ എന്ന് വേണമെങ്കിൽ പറയാം. അലീനയും തന്നെ ശരിക്കും കച്ച കെട്ടി ഇറങ്ങി വന്നേക്കാണ്. അമ്മയോടാണെങ്കിലും സഹോദരങ്ങളോടാണെങ്കിലും ശരിക്കും പട പൊരുതി അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെയാണ് അലീനയുടെയും തീരുമാനം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ബാലചന്ദ്രൻ തനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് അവിടെ തന്നെ നിൽക്കാനാണ് അലീനയുടെയും തീരുമാനം. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് കൃഷ്ണമോളും ബാലചന്ദ്രനും വീട്ടിലെത്തിയതിനു ശേഷം മുത്തശ്ശിയുടെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ബാലചന്ദ്രൻ നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്ക്. അതായത് മുത്തശ്ശി ബാലചന്ദ്രനെ ഒന്ന് അവഹേളിക്കാൻ എന്നുള്ള രീതിയിലൊന്ന് സംസാരിക്കുന്നുണ്ട്. നീ എൻ്റെ വീട്ടിൽ ഞാൻ ഉരുട്ടി തന്ന ചോറ്, ഞാൻ എടുത്തു തന്ന ചോറ് ഒരുപാട് കഴിച്ച ആളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് വാരി തന്നതും ഉരുട്ടി തന്നതും മണ്ണാക്കിലോട്ട് കമിഴ്ത്തി തന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട എന്ന് പറയണം. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ബാലചന്ദ്രനും വീട്ടിൽ വെച്ചിട്ടും ഒരുപാട് അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ വൈജയെ പെണ്ണ് ചോദിച്ച് ചെന്ന സമയത്തും ലവ് ലെറ്റർ പിടിച്ച സമയത്തും അങ്ങനെയൊക്കെ. അങ്ങനെ ആ സമയത്ത് അത് മാത്രമല്ല, ബാലചന്ദ്രൻ്റെ ഉള്ളിൽ അണ്ണാക്കിലോട്ട് തള്ളിത്തന്നത് എന്ന് പറയുമ്പോൾ വൈജയ് ഇങ്ങനെ ഒരു മോശം അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പിഴച്ച് ഒരു പെണ്ണായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് കെട്ടിവെച്ച് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. മുത്തശ്ശിയുടെ വായ പെട്ടെന്ന് അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങുന്ന ബാലചന്ദ്രൻ ബബിതയെയും രോഹിത്തിനെയും നിർത്തിപ്പൊരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു അനീതി നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, എന്നെ അറിയിച്ചില്ല, ഞാനല്ലേ ഈ വീട്ടിലെ കുടുംബനാഥൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിതയ്ക്കും രോഹിത്തിനും ഉത്തരമില്ല കേട്ടോ. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അവിടെ കൃഷ്ണമോളും വൈജയും നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. വൈജയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കാണട്ടെ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. ഇതിനൊന്നും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. കൃഷ്ണമോൾക്കാണ് ആകെ ഒരു ടെൻഷൻ, ഇവിടെ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്നുള്ളൊരു ടെൻഷൻ ഉള്ളത് കൃഷ്ണമോൾക്കാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഇവിടെ ഇനി നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. ഇത് നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീടാണ്. ഈ വീട്ടിൽ നിനക്ക് സർവ്വ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടിട്ട് വൈജാകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്താപ്പം അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ബബിതയോടും കൃഷ്ണയോടും അതുപോലെ രോഹിത്തിനോടും കൂടി ആയിട്ട് പറയുന്നുണ്ട്. കൃഷ്ണയ്ക്ക് ഓൾറെഡി അറിയാലും എന്നാലും അവരോട് 3 പേരോടും ആയിട്ടെന്ന രീതിയിൽ പറയാണ്. അലീന ഇനി ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണമെങ്കിൽ എല്ലാവരും എന്ന് ഉദ്ദേശിക്കുന്നത് വൈജയാണ്. അപ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, അലീന ഇന്നു മുതൽ ഇവിടുത്തെ ഹോം നേഴ്സ് അല്ല, എൻ്റെ മകളാണ്, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ്റെ മകളാണ് എന്ന് പറയട്ടോ. അത് കേട്ടതും വൈജി ആകെ തകർന്നു പോവുകയാണ്. ഇതിൽ കൂടുതൽ ഇനിയൊന്നും കേൾക്കാനില്ല. ബാലചന്ദ്രൻ ദത്തെടുത്തു എന്നാണ് പറയുന്നത്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനയെ ഞാൻ ദത്തെടുത്തിരിക്കുകയാണ്, എൻ്റെ ദത്തുപുത്രിയാണ് അലീന, അതുകൊണ്ട് അലീനയെ ഇനി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റത്തില്ല എന്ന് പറയണം. അതോടെ ആയപ്പോൾ തീർന്നു, വൈജ തീർന്നു എന്ന് തന്നെ പറയാം. ഇനി വൈജയ്ക്ക് അവിടെ വോയിസ് ഇല്ല. അലീനെ അവിടെ മകളായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ വോയിസ് ഇല്ല വൈജയ്ക്ക്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛനും ഞങ്ങൾ 3 പേരല്ലേ മക്കളുള്ളൂ, പിന്നെ ഇവളെ എങ്ങനെ അച്ഛൻ മകളായിട്ട് എടുക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഇവള് മകളാണ്, എനിക്ക് പിറക്കാതെ പോയ എൻ്റെ സ്വന്തം മകൾ തന്നെയാണ് ഇവള്, അതുകൊണ്ട് ഇവളെ നിങ്ങൾ ചേച്ചിയായിട്ട് കാണണം. എടി പോടി എന്നുള്ള വർത്താനൊന്നും വേണ്ട, രോഹിത്തിനോട് കൂടിയിട്ടാണ് പറയുന്നത്, നിൻ്റെ ചേച്ചിയാണ് ഇവള്, നിനക്കറിയാലോ നിൻ്റെ പ്രായം അല്ല അലീനയുടെ പ്രായം, നീ ഇതുവരെ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട, അവൾ നിന്നോട് ക്ഷമിച്ചതിനും ഒരു കാരണമുണ്ട്, അതൊക്കെ താമസിയാതെ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സംശയത്തോട് കൂടിയിട്ട് ഭവിത ഇങ്ങനെ നോക്കുന്നുണ്ട്. കൃഷ്ണയാണെങ്കിൽ എല്ലാം അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിനക്ക് ഒരു കുറവും ഉണ്ടാവത്തില്ല, എൻ്റെ ഈ 3 മക്കൾക്ക് ഈ വീട്ടിൽ എന്ത് സ്വാതന്ത്ര്യമുണ്ടോ ആ സ്വാതന്ത്ര്യം മുഴുവൻ നിനക്കും ഇവിടെ ഉണ്ട് എന്ന് പറയാട്ടോ. അതോടെ കേട്ടപ്പോൾ വൈജ പ്ലിങ് ആയിപ്പോയിട്ടോ. അതായത് ഷോക്കായിപ്പോയി. ഈ ഷോക്ക് എന്ന് പറഞ്ഞ വാക്ക് ഒരുപാട് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് വേറെ വാക്കിന് പരതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈജ ഇങ്ങനെ ആകെ മൂങ്ങർച്ചയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറയാനുമില്ല, ഇതൊരു കാഴ്ചക്കാരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ അലീനയെ പിരിച്ചുവിടാമെന്ന് ആരും കരുതണ്ട, അതിന് പടപ്പുറപ്പാടുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആരെയും കൊണ്ടുവരികയും വേണ്ട, കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ക്ഷമിച്ചതുപോലെ ആയിരിക്കത്തില്ല, ഇനി ശരിക്കും ഞാൻ പോലീസിൽ വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് കംപ്ലൈൻറ്റ് ചെയ്യും. എൻ്റെ വീട്ടിലുള്ള എൻ്റെ മകളായിട്ട് ഞാൻ വളർത്തുന്ന ദത്തെടുത്ത പെൺകുട്ടിയെ വീട്ടിൽ നിന്ന്
ബലം പ്രയോഗിച്ച് പുറത്താക്കിയെന്നും സ്ത്രീ പീഡനത്തിൽ വരെ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറയട്ടോ. ഇതൊക്കെ കേട്ടതോടുകൂടിയിട്ട് വൈജയ്ക്ക് തീരുമാനമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത്രയും കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് മാത്രം ഇവിടെ എൻ്റെ വീട്ടിൽ താമസിക്കാം, അല്ലാത്തവർക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാം എന്നൊക്കെ പറയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു കോഫി വേണം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ അലീനയാണെങ്കിൽ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. ബബിതയും രോഹിത്തും വൈജയും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കട്ടോ. അതിനുശേഷം വൈജ ഭയങ്കര ദേഷ്യത്തിൽ കൃഷ്ണയോട് സംസാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് അവളുടെ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത്? നിന്നോട് ആര് പറഞ്ഞു അവളുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിടാൻ? നിനക്ക് നാണമാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു നാണവും ഇല്ല ചേച്ചിയുടെ ഡ്രസ്സ് വാങ്ങിച്ചിടാൻ എന്ന് പറയണം. ബബിത പറയുന്നുണ്ട്, നിനക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ? കടയിൽ നിന്ന് 2 ഡ്രസ്സ് വാങ്ങിച്ചാൽ പോരായിരുന്നോ? ഇത്രയ്ക്ക് ഗതിയില്ലാത്തവളാണോ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ചേച്ചിയുടെ ഡ്രസ്സല്ലേ അത് ഇടുന്നതിൽ എനിക്കൊരു നാണോ എന്ന് ബബിതയോടും കൃഷ്ണ മറുപടി കൊടുക്കുന്നുണ്ടോ. വൈജി ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കണം. ആ സമയത്ത് കൃഷ്ണ വന്നിട്ട് വൈജയോട് പറയുന്നുണ്ട്, അമ്മയോട് എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ എന്ന് പറയട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ അലീന ചേച്ചിയെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലായിരിക്കും, സ്നേഹിക്കേണ്ട, പക്ഷേ ഉപദ്രവിക്കാതിരുന്നൂടെ, പാവമല്ലേ അത് ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ, ദേ കൃഷ്ണൻ, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ടാട്ടോ, നീ എന്നെ ഉപദേശിക്കാനും മാത്രം വളർന്നിട്ടില്ല, നീ എൻ്റെ മകളാണ്, ആ സ്ഥാനത്ത് നിന്നാൽ മതി എന്ന് പറയുമ്പോൾ, ഞാൻ അമ്മയുടെ മകൾ തന്നെയാണ്, ഞാനും ബബിത ചേച്ചിയും രോഹിത്തേട്ടനും അതുപോലെ അലീന ചേച്ചിയും അമ്മയുടെ മകൾ തന്നെയാണ്, ആ രീതിയിലൊന്ന് കണ്ടാലോ എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ എന്ന് പറയുമ്പോൾ, കൃഷ്ണയെ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, നീ ഇവിടുന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണയെ അവിടുന്ന് പറഞ്ഞയക്കാട്ടോ. അങ്ങനെ വൈജയന്തി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അകത്തേക്ക് ഹോളിലേക്ക് തന്നെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അലീന കിച്ചണിൽ ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നേരെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടുന്ന് ശബ്ദം ഉണ്ടാക്കട്ടെ, ഇങ്ങനെ പുറകിൽ ആൾ വന്നു എന്നുള്ളതിൽ ഒന്ന് മുരട് അനക്കുന്നുണ്ട്, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലേ അതുപോലെ. അപ്പോൾ അലീന തിരിഞ്ഞു നോക്കുമ്പോൾ വൈജയെ കാണുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കട്ടോ അലീന. വൈജയ ആണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ മകളാവണല്ലോടി, നിന്നെ ഞാൻ മകളെപ്പോലെ കാണുമല്ലേ, അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല കേട്ടോ, നീ വേറെ ആളെ നോക്ക്, നിനക്ക് അമ്മയായിട്ട് വേറെ ആരെങ്കിലും വേണമെങ്കിൽ നീ വേറെ ആളെ കണ്ടെത്തിക്കോ, എന്നെ അതിന് കിട്ടത്തില്ല, എൻ്റെ മകളാവണമെങ്കിലേ എൻ്റെ ചോര ഞരമ്പിലൂടെ ഒഴുകണം, അല്ലാതെ വെറുതെ ഒന്നും എൻ്റെ മകളാവാൻ പറ്റത്തില്ല എന്ന് പറയാട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, അമ്മയുടെ അതേ രക്തം തന്നെയാണ് എൻ്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത്, അമ്മയുടെ സ്വന്തം മകൾ തന്നെയാണെന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ടെങ്കിലും പുറമേക്കൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അലീന ആകെ വിഷമിച്ച് നിൽക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ ഏതായാലും വലിച്ച് പുറത്തിറക്കിയതല്ലടി നാണം കെട്ടവളെ, നീ എന്നിട്ട് വീണ്ടും തിരിച്ച് കയറി വന്നേക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഭയങ്കര മോശമായിട്ട് സംസാരിക്കുകയാണ് വൈജ. ഒന്നും മിണ്ടാതെ അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ മാഡം, എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചോളാം, എന്നെ പറഞ്ഞു വയ്ക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് പോവണ്ട അല്ലേ, എന്താണ് അതിൻ്റെ കാരണമെന്ന് ഞാനൊന്ന് കണ്ടെത്തട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പോകണം. അങ്ങനെ നേരെ വൈജ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാട്ടോ. മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് വൈജ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ്. മുത്തശ്ശിയാണെങ്കിൽ ആകെ ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോണത്, വൈജ ഇനിയിപ്പോൾ എന്തായിരിക്കും പറയാൻ പോണത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ വൈജ വന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വൈജ, എന്താ നീ ഇങ്ങനെ ഒന്നും മിണ്ടാൻ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി എന്ത് പറ്റാനാണ് അമ്മേ, ഇതിൽ കൂടുതൽ ഇനി എന്ത് പറ്റാനാണ്, എൻ്റെ ജീവിതം തീർന്നു പോയില്ലേ, ഞാൻ തോറ്റുപോയില്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ കരയാട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, എന്താ കാരണം, അവൾ തിരിച്ചു വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ അവളെ, എന്നിട്ട് ബാലചന്ദ്രൻ പുറകെ പോയിട്ട് കൂട്ടിക്കൊണ്ടു വന്നേക്കുന്നു, നാണമില്ലേ ബാലചന്ദ്രന്, അവളെ ഇത്രയ്ക്കും പിടിച്ചിട്ടാണോ, എന്നെ വേണ്ടാഞ്ഞിട്ടാണോ, ഞാൻ എന്താ ഇതിന് ചെയ്യേണ്ടത് അമ്മേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വിഷമിക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, അന്നേ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞതല്ലേ ആവുന്നത്, എനിക്ക് ഈ വിവാഹം വേണ്ടാന്ന്, നിങ്ങളെല്ലാവരും കൂടി വരുത്തി വെച്ചതല്ലേ ഇത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ കാരണം നിങ്ങളെല്ലാവരും കൂടി എൻ്റെ മേലെ ഈ വിവാഹം കെട്ടിവെച്ചതുകൊണ്ടാണ്, നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ്, ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എങ്ങനെയെങ്കിലും തനിച്ച് ജീവിച്ചോളാം, എന്നെ വെറുതെ വിട്ടേക്കാൻ ഞാൻ ഒരുപാട് പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്തായി, എൻ്റെ ജീവിതം നശിച്ചു പോയില്ലേ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പൊട്ടിക്കരയാട്ടോ, സങ്കടപ്പെട്ട് കരയണം. മുത്തശ്ശിക്കാണെങ്കിൽ ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, നീ വല്ലാണ്ട് ഈ അച്ഛനെയും അമ്മയും കുറ്റം പറയാൻ നിൽക്കണ്ട, എന്തുകൊണ്ടാണ് നിനക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ്റെ തലയിൽ നിന്നെ കെട്ടിവെക്കേണ്ടി വന്നത് എന്നുള്ളത് നീ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്,
അവനെങ്ങാനും ഈ കാര്യങ്ങൾ, ബാലനെങ്ങാനും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അമ്മ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ, 10-22 വർഷങ്ങളായില്ലേ എന്ന് പറയുമ്പോൾ 10-22 വർഷങ്ങളായെങ്കിലും അത് കാരണമാണ് നിൻ്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയത്. അല്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു ഭാര്യയായിട്ട്, നല്ലൊരു വീട്ടമ്മയായിട്ട്, ഒരു കുടുംബിനിയായിട്ട് നിനക്ക് ജീവിക്കാമായിരുന്നില്ലേ? നീ തന്നെയല്ലേ എല്ലാം കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചത് എന്ന് പറയട്ടോ. അവളുടെ ഒരു പ്രേമവും മണ്ണാങ്കട്ടയും ഗർഭവും എന്നെക്കൊണ്ടത് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഏതോ ഒരു ക്രിസ്ത്യാനി പയ്യനെ പ്രേമിച്ചതും പോരാ, ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് അവിഹിത സന്തതിയെ ജനിപ്പിച്ച് എല്ലാവരും കൂടി എന്നിട്ട് അതിനെ കൊന്നു കളഞ്ഞില്ല. എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും ജീവിച്ചേനെ എന്ന് പറയണ വൈജ. വൈജ എൻ്റെ വാലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട. അതേതായാലും മരിച്ചുപോയി എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, നിങ്ങളെല്ലാവരും കൂടി അതിനെ കൊന്നു കളഞ്ഞതാണോ എന്നൊക്കെ മുത്തശ്ശിയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ് വൈജ. എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ പോവാൻ നോക്ക് വൈജെ. നിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ മാത്രമാണ്. നീ നല്ല രീതിയിൽ ജീവിച്ചിരുന്നു എങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് വിട്ടതായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് എൻ്റെ ലാലിച്ചിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാ വൈജ നീ പറയുന്നത്? നിൻ്റെ ലാലിച്ചിനോ? അതൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പം നീ ബാലചന്ദ്രൻ്റെ ഭാര്യയാണ്, അതെന്താ നീ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ചോദിച്ച് വൈജയോട് ദേഷ്യപ്പെടണം. ബാലചന്ദ്രൻ്റെ ഭാര്യയാണ്, ഇത്രയും വർഷം ഞാൻ ആ ഭാര്യ പദവിയിൽ ഒരു കളങ്കവും വരുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ വിഷമാവസ്ഥ ഇതെനിക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നോ? നിങ്ങളെല്ലാവരും കൂടെ എന്നെ വേറൊരു വിവാഹം കഴിപ്പിച്ചതല്ലേ? എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടതായിരുന്നെങ്കിൽ അതിന് അവൻ നിന്നെ ഇട്ടേച്ചു പോയതല്ലേ? അവൻ പിന്നെ നിന്നെ അന്വേഷിച്ച് വന്നൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും അപകടം സംഭവിക്കുക എന്തെങ്കിലും കാരണത്താലായിരിക്കും. അങ്ങോട്ടേക്കൊന്ന് അന്വേഷിച്ച് പോകാനുണ്ടായിട്ട് ആരും അന്വേഷിച്ച് പോയതും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പോയി അന്വേഷിച്ചതല്ലേ? അവൻ വേറെ വിവാഹം കഴിച്ചു എന്നല്ലേ പറഞ്ഞത് എന്ന് പറയണം. എന്താണെങ്കിലും എൻ്റെ ജീവിതമാണ് കഷ്ടത്തിലായത്, എൻ്റെ ജീവിതമാണ് ഇല്ലാതായത്. വൈജയന്തിയെ തോൽപ്പിക്കാനേ ആർക്കും പറ്റത്തില്ല. അങ്ങനെയൊന്നും തോറ്റു കൊടുക്കുന്നവളല്ല വൈജയന്തി. ഇപ്പോൾ ഇതേ വേലക്കാരിയല്ല, അനാഥയല്ല എന്നൊക്കെ പറഞ്ഞ് മകളെ ദത്തെടുത്തേക്കാണ്, മകളായിട്ട് അലീനയെ ദത്തെടുത്തേക്കാണ് അവളെ ആ മനുഷ്യൻ. ഇനി എന്നെ തോൽപ്പിക്കാനായിട്ട് ചെയ്ത പണിയാണ്. ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കത്തില്ല. ബാലചന്ദ്രനും വൈജയന്തിക്ക് 3 മക്കളേ ഉള്ളൂ, അല്ലാതെ 4മതൊരു മകളില്ല. അതുകൊണ്ട് ഇത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കത്തില്ല. എന്നെ തോൽപ്പിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കത്തില്ല. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വൈജയന്തി. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.